ഹായ്, ഇന്ന് നമ്മൾ ഒരു സെല്ലോഫെയിൻ ഷീറ്റ് കട്ട് ചെയ്തിട്ട് എങ്ങനെ ഒരു കോണ് റോൾ ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് സെല്ലോഫെയിൻ ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഒരു സൈഡ് 4 മുതൽ 4.5 ഇഞ്ച് വരെ വീതിയും മറ്റേ സൈഡ് 8 മുതൽ 9 ഇഞ്ച് വരെ നീളവുമാണ് വേണ്ടത്. ഈ ഷീറ്റിൻ്റെ ഒരു 1.5 ഇഞ്ച് ഭാഗം വിട്ടതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ്. ആദ്യം നിങ്ങൾ റോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൈസൊന്നും കാര്യമാക്കി എടുക്കേണ്ടതില്ല. നന്നായി റോൾ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം നമ്മൾ അതിൻ്റെ ടിപ്പ് ഒന്ന് നല്ല ഷാർപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിൽ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു ഷീറ്റ് പിടിച്ചിട്ട് പുറകോട്ട് ഒന്നിങ്ങനെ വിരൽ കൊണ്ട് തന്നെ ഒന്ന് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ കോണിൻ്റെ മറ്റേ അറ്റത്തുനിന്ന് വിടാതെ കൈ വിടാതെ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഈ ടിപ്പ് നന്നായിട്ട് ഷാർപ്പായിട്ട് വരും. എയർ പുറത്തേക്ക് പോവാത്ത വിധം ഷാർപ്പാവും. നമ്മൾ നന്നായിട്ട് ബാക്കിൽ വലിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് വലിച്ചിട്ട് ഈ ഒരു കോണ് എത്ര സൈസിലാണോ വേണ്ടത് അത്രയും ഷാർപ്പാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം ഞാനതൊരു നെയിൽ കോണിനാണ് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല കനം കുറഞ്ഞ, അതായത് വീതി ഇല്ലാത്ത ഒരു കോണായിട്ട് നീളത്തിലുള്ള ഒരു കോണാണ് സീൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ടാപ്പിൻ്റെ പീസ് എടുത്തിട്ട് നമ്മളതിൻ്റെ ആ ഒരു ടിപ്പിൽ ഒട്ടിച്ചതിന് ശേഷം ആ കോണിൻ്റെ ഭാഗം എന്ന രീതിയിൽ നമ്മളത് വീണ്ടും റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സെല്ലോ ടാപ്പ് അവിടെ അറിയാത്ത രീതിയിൽ അങ്ങനെ ഒട്ടിക്കിടക്കും. ഇപ്പോൾ നമ്മളങ്ങനെ ഒരു കോണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഹാൻഡ് കോണാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വീതിയിൽ നമ്മൾ മടക്കിയതിന് ശേഷം ഇതേപോലെ തന്നെ ഉള്ളിൽ ഒന്ന് വലിച്ചു കൊടുക്കുക. പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. വല്ലാതെ വലിച്ചിട്ട് അത് നീളം കൂട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര വീതിയിലുള്ള വട്ടത്തിലുള്ള ഒരു കോണാണ് ആവശ്യമുള്ളത് അതേപോലെ വലിച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് വലിച്ചാൽ അതിൻ്റെ ടിപ്പ് നന്നായിട്ട് ഷാർപ്പായി വരും. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡിൽ കാണുന്ന ആ ഒരു ത്രികോണാകൃതിയിൽ കാണുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ചെറിയ ഒരു ടാപ്പിൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണ് ഈ കോണുകൾ റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ കോണുകളും ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കോൺ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.